ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണൻ്റെ അത്ഭുതകരമായിട്ടുള്ള മാറ്റത്തെക്കുറിച്ച് അറിയിച്ച് മഞ്ജുവിന് നല്ലൊരു സർപ്രൈസ് തന്നെ നൽകുന്നുണ്ട് സാഗർ. കണ്ണേട്ടന് എന്നെ ഇഷ്ടമല്ലെങ്കിലും കണ്ണേട്ടൻ ഏട്ടത്തിയുടെ കൈയും പിടിച്ച് നടന്നു കാണണം, അതിന് ദൈവങ്ങളോട് പ്രാർത്ഥിക്കാറുണ്ട്, അത്രയ്ക്ക് നല്ല മനസ്സാണ് കണ്ണേട്ടൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെന്നില്ലാതെ സന്തോഷിക്കുന്നുണ്ട് മഞ്ജു. പിന്നീട് അമ്പലത്തിൽ നിന്നും തിരികെ വീട്ടിലെത്തുന്ന മോഹിനിക്ക് പ്രതാപൻ പിറന്നാൾ സമ്മാനമായിട്ട് ഒരു സാരി നൽകുന്നുണ്ട്. നിന്റെ മരുമകനെ പോലെ വില പിടിച്ച ആഭരണങ്ങളൊന്നും തരാൻ എൻ്റെ കയ്യിൽ കാശില്ല. നിന്റെ മകളുടെ ഉയർച്ചയിൽ എനിക്കും അമ്മയ്ക്കും കരുണമോൾക്കും ഒക്കെ കുറച്ച് അസൂയ ഉണ്ടായി എന്നുള്ളത് ശരിയാണെന്നും ഇനി നിന്നോടും മോളോടും ഞങ്ങൾ ആരും യുദ്ധത്തിനില്ല എന്നെല്ലാം പ്രതാപം പറയുമ്പോൾ, എനിക്ക് പിറന്നാൾ സമ്മാനം ഒന്നും തന്നില്ലെങ്കിലും വേണ്ട, എൻ്റെ മോളോട് നിങ്ങളൊക്കെ കുറച്ച് സ്നേഹം കാണിച്ചാൽ മതി. പിന്നെ കരുണമോൾക്കും കിട്ടിയിരിക്കുന്നത് നല്ല ബന്ധം തന്നെയാണ്, ജീവിക്കാൻ നല്ല ചുറ്റുപാടും ഉണ്ണി കാണാൻ കൊള്ളാവുന്നവനുമാണ്. എന്നിട്ടിൽ അതിലൊന്നും ഒരു തൃപ്തിയും കാണാത്തത് നിങ്ങളുടെ മനസ്സിൻ്റെ കുഴപ്പമാണെന്ന് മോഹിനി പറയുന്നുണ്ട് കേട്ടോ അവരോട്. പിന്നീട് അഗസ്ത്യകൂടത്തിൽ തിരിച്ചെത്തുന്ന മഹിയോട് മാർക്കോ പറയുന്നുണ്ട്, തോമസ് സാറ് മഹാലക്ഷ്മിക്ക് വേണ്ടി കണ്ണുകൾ നിറയ്ക്കുന്ന ഒരു കാഴ്ചയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. പിന്നെ സ്വന്തം വീട്ടിൽ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുമ്പോഴും അവിടെയുള്ളവരെ സൂക്ഷിക്കണമെന്നും ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കണ്ണൻ്റെ മുറിയിൽ തിരിച്ചെത്തുന്ന മഹിയോട് പൗർണമി രാത്രി കണ്ണൻ്റെ നട്ടെല്ലിൽ ചെയ്ത പ്രത്യേക ചികിത്സയെക്കുറിച്ചും തുടർന്നുണ്ടായ കണ്ണൻ്റെ അത്ഭുതകരമായിട്ടുള്ള ആ മാറ്റവും കണ്ട് സന്തോഷം കൊണ്ട് മനസ്സ് നിറഞ്ഞു പോവുകയാണ് മഹിയുടെ. അടുത്ത തവണ ആരുടെയും സഹായം കൂടാതെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ തോമസ് സാറ് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് എന്നുകൂടി കണ്ണൻ പറയുന്നതോടുകൂടി കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു പോകുന്നുണ്ട് മഹിയുടെ. എല്ലാം മഹാലക്ഷ്മിയുടെ പ്രാർത്ഥനയും കണ്ണനോടുള്ള ആത്മാർത്ഥ സ്നേഹത്തിൻ്റെയും ഫലമാണെന്നാണ് തോമസ് സാറ് പറഞ്ഞത് എന്ന് അനന്ത് പറയുമ്പോൾ, അനന്തുവേട്ടൻ അത് പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഞാനും ഓർത്തത്. ഞാനിന്ന് അമ്പലത്തിൽ വെച്ച് സിദ്ധിയായിട്ടുള്ള അമ്മയെ കണ്ടു. പിന്നീട് അമ്മയെ വിളിച്ച് അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നതും അമ്മ അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. കണ്ണേട്ടന് എത്രയും പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന് അമ്മ ഇന്ന് കണ്ടപ്പോഴും പറഞ്ഞു. പിന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ലതും മോശവുമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണെന്നും പക്ഷേ അവസാനം നമുക്ക് സമാധാനവും സന്തോഷമുള്ള ഒരു ജീവിതം കിട്ടുമെന്നും പറഞ്ഞു. എനിക്ക് ആ അമ്മയുടെ വാക്കുകൾ പൂർണ്ണ വിശ്വാസമാണ് കണ്ണേട്ടാ. എനിക്ക് തോന്നുന്നത് ആ അമ്മ മറ്റാരുമല്ല, സാക്ഷാൽ ദേവി തന്നെയാണെന്നാണ്. അതുകൊണ്ടാണ് ഒരു ക്യാമറയിൽ പോലും ആ അമ്മയുടെ ഫോട്ടോ പതിയാത്തതെന്ന് മഹി പറയുന്നുണ്ട് കേട്ടോ കണ്ണനോടും അനന്തുവിനോടും. അപ്പോൾ മഹി പറയുന്നതെല്ലാം സന്തോഷത്തോടു കൂടി കേട്ടിരിക്കുകയാണ് കണ്ണനും അനന്തവും. ശേഷം ഞാൻ എന്തായാലും പോകുന്നതിന് മുൻപ് തോമസ് സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് മഹി തോമസ് സാറിനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തുന്നതും തോമസ് സാറ് പറയുന്നുണ്ട്, കണ്ണന് സംഭവിച്ച മാറ്റം മഹാലക്ഷ്മി നേരിട്ട് കണ്ടല്ലോ. ഇപ്പോൾ അയാൾക്ക് തളർച്ചയിൽ 85% ഭേദമായിട്ടുണ്ട്, ശരീരത്തിൽ രക്തയോട്ടവും വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ കണ്ണേട്ടൻ എല്ലാം പറഞ്ഞു. ഇന്നലെ രാത്രി സാറ് ഉറക്കമൊഴിച്ചിരുന്ന് കണ്ണേട്ടന് വേണ്ടി ചികിത്സയുടെ ഫലമാണ് ഇന്ന് കണ്ണേട്ടനിൽ സംഭവിച്ച ഈ മാറ്റം എന്ന് മഹി പറയുമ്പോൾ, എൻ്റെ ചികിത്സ കൊണ്ട് മാത്രമല്ല മഹാലക്ഷ്മിയുടെ കണ്ണനോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും പ്രാർത്ഥനയും പിന്നെ മാർക്കോയും അനന്തവും പോലെയുള്ള കണ്ണൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹിതന്മാരും ചേർന്നാണ് കണ്ണനിൽ ഇങ്ങനെയൊരു മാറ്റം നമ്മളെ വിചാരിക്കുന്നതിലും വേഗത്തിൽ ഉണ്ടാകാനായിട്ട് കാരണമെന്ന് തോമസ് സാറ് പറയുന്നുണ്ട്. തുടർന്ന് ഒരു കാര്യം ഞാൻ വീണ്ടും മഹാലക്ഷ്മിയെ പറഞ്ഞു ഓർമ്മിപ്പിക്കുകയാണ്. കണ്ണന് ഇടത് കാലിന് ചലനശേഷി കിട്ടിയ കാര്യം അറിഞ്ഞാലും കണ്ണൻ്റെ നട്ടെല്ലിന് സ്വാധീനം കിട്ടിയെന്ന് ആരും അറിയാൻ പാടില്ല. അത് നിങ്ങൾ രണ്ടുപേരും പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ വെച്ച് വേറൊരാൾ ആ കാഴ്ച കണ്ടിട്ടുണ്ട് എന്ന് തോമസ് സാറ് പറയുമ്പോൾ ഞെട്ടിത്തെരിക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി. തുടർന്ന് ആ മേഘനാണോ സാറ് പറഞ്ഞ ആൾ, അയാൾ കണ്ണേട്ടൻ്റെ കാലിന് ചലനശേഷി കിട്ടിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ അമ്മാവനെയും കൂടി ചികിത്സയ്ക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നമ്മുടെ ഭാഗ്യം കൊണ്ട് മേഘനോ അയാളുടെ അച്ഛനോ ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ കണ്ണൻ വീൽ ചെയറിൽ നിന്നും എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടത് സാഗറാണ്. അവനിൽ നിന്നും ഈ രഹസ്യം മറ്റാരും അറിയരുതെന്ന് ഞാനും മാർക്കോയും അനന്തവും അവനോട് കർശനമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തലേ ദിവസം നടന്ന കാര്യങ്ങളെല്ലാം വൈദ്യൻ മഹിയെ അറിയിക്കുന്നു. തുടർന്ന് അവനെ വിശ്വസിക്കാം എന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും കണ്ണൻ്റെ ബന്ധുക്കളോ മഹാലക്ഷ്മിയുടെ ബന്ധുക്കളോ കണ്ണൻ പൂർണ്ണമായിട്ടും നടന്നു തുടങ്ങുന്നതുവരെ ഈ രഹസ്യം അറിയരുത് എന്ന് വൈദ്യൻ വീണ്ടും മഹാലക്ഷ്മിയെ പറഞ്ഞു ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് മഹി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ട് പോകുന്നതിന് മുൻപായിട്ട് കണ്ണനെയും കൂട്ടി വീണ്ടും തോമസ് സാറിനെ കാണാനായിട്ട് എത്തുന്നു. ഞാൻ പറഞ്ഞതെല്ലാം 2 പേർക്കും ഓർമ്മയുണ്ടല്ലോ. മരുന്നൊക്കെ കൃത്യസമയത്ത് തന്നെ കഴിക്കണം. പിന്നെ അടുത്ത മാസമാണ് തൻ്റെ പിറന്നാൾ, അത് നമുക്ക് ഇവിടെ വെച്ച് ഗംഭീരമായിട്ട് ആഘോഷിക്കണം. ദൈവകൃപ ഉണ്ടായാൽ അടുത്ത മാസത്തെ ചികിത്സ കഴിഞ്ഞാൽ താൻ പിന്നെ വീൽ ചെയറിലായിരിക്കില്ല,
നടന്നായിരിക്കും കമലേശ്വരത്തേക്ക് കയറി ചെല്ലാൻ പോകുന്നത്. അത് തൻ്റെയും മഹാലക്ഷ്മിയുടെയും പതനം കാണാൻ കാത്തിരിക്കുന്നവർക്ക് നല്ലൊരു തിരിച്ചടി തന്നെ ആയിരിക്കുമെന്നും തോമസ് സാറ് പറയുമ്പോൾ, ഇപ്പോൾ ഇവിടേക്ക് ട്രീറ്റ്മെൻറ്റിനായിട്ട് വരാൻ എന്നേക്കാൾ കൂടുതൽ ഉത്സാഹം കണ്ണേട്ടനാണെന്ന് മഹാലക്ഷ്മി പറയുമ്പോൾ, 12ാമത്തെ വയസ്സിൽ ഈ വീൽ ചെയറിൽ ഇരുന്നു തുടങ്ങിയതല്ലേടോ, ഇങ്ങനെയൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ ഇമോഷണൽ ആകുന്നുണ്ട്. അങ്ങനെ അഗസ്ത്യകൂടത്തിൽ നിന്നും പോകുന്നതിന് മുൻപായിട്ട് മാർക്കോയും അനന്തവും വീണ്ടും മഹാലക്ഷ്മിയോടും കണ്ണനോടും പറയുന്നുണ്ട്, ദുഷ്ടന്മാരുടെ താവളത്തിലേക്കാണ് കണ്ണൻ സാറ് മഹാലക്ഷ്മിയും ചെന്ന് കയറാൻ പോകുന്നത്. നിങ്ങൾ രണ്ടുപേരും വളരെയധികം സൂക്ഷിക്കണം. എന്ത് ചെയ്യാനും മടിയില്ലാത്തവരാണ് കരുണയും അയാളുടെ അച്ഛനും മുത്തശ്ശിയൊക്കെ എന്ന് വീണ്ടും അവർക്ക് രണ്ടുപേർക്കും ഒരു മുന്നറിയിപ്പ് മാർക്കോ നൽകുന്നുണ്ട്. തുടർന്ന് അനുവിനോടും മാർക്കോടും യാത്ര പറഞ്ഞ് കണ്ണനും മഹാലക്ഷ്മിയും പോകുന്നു. അതിനുശേഷം കാണിച്ചിരിക്കുന്നത് കരുണയും മുത്തശ്ശിയും കൂടി അമ്പലത്തിലെത്തുന്നതാണ്. ദേവിക്ക് വഴിപാട് കഴിപ്പിച്ചിരിക്കുന്ന പായസത്തിൽ വിഷം ചേർത്ത് മഹാലക്ഷ്മിയെ കൊല്ലാനുള്ള ഒരു ചതി മനസ്സിൽ പ്ലാൻ ചെയ്തുകൊണ്ടാണ് അവർ വരുന്നത്. തുടർന്ന് ദേവിക്ക് വേണ്ടി കഴിപ്പിച്ചിരിക്കുന്ന ഈ പാൽപായസത്തിലാണ് ഇന്ന് മരുന്ന് ചേർക്കാൻ പോകുന്നത്. എല്ലാം ഭംഗിയാക്കി തരണേ ദേവി, എല്ലാ തവണത്തെയും പോലെ അവളെ രക്ഷിക്കാനായിട്ട് അവളുടെ കൂടെ നിൽക്കല്ലേ എന്ന് കരുണയും മഹാലക്ഷ്മിയും അവളുടെ കെട്ടിയവനും മുടിഞ്ഞു പോണേ എന്ന് മഹാലക്ഷ്മിയെ പ്രാഗിക്കൊണ്ടും എൻ്റെ കരുണമോൾക്ക് എല്ലാ സന്തോഷവും സൗഭാഗ്യവും കൊടുക്കണേ എന്നെല്ലാം മുത്തശ്ശി ഇങ്ങനെ ദേവിയുടെ മുന്നിൽ നിന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ശേഷം പൂജാരി അവർക്ക് വഴിപാട് കഴിപ്പിച്ച പായസം നൽകുന്നുണ്ട്. അങ്ങനെ തൊഴുതിറങ്ങിയതിന് ശേഷം നമ്മൾ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ ഒരു തടസ്സവും കൂടാതെ ഇവിടം വരെ എത്തി മുത്തശ്ശി. ഇനി ഈ പായസം അവളുടെ അകത്ത് ചെല്ലുന്നതോടെ ലക്ഷ്മി തീരുമെന്ന് കരുണ പറയുമ്പോൾ, ഇനി ഇതിൽ ആരും കാണാതെ ആ വൈദ്യൻ തന്നുവിട്ട ആ വിഷം ചേർക്കണം. പിന്നെ അവളെ പോലെ മോൾക്കും പാൽപായസത്തിനോട് വല്ലാത്ത കൊതിയല്ലേ, പക്ഷെ അബദ്ധത്തിൽ മോൾ അതെടുത്ത് കുടിക്കരുത് എന്നെല്ലാം മുത്തശ്ശി പറയുമ്പോൾ, അതൊന്നും ഉണ്ടാവില്ല മുത്തശ്ശി, ഇന്നൊരു ദിവസത്തേക്ക് ഞാൻ എൻ്റെ കൊതിയൊക്കെ അടക്കി നിർത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിച്ച് രണ്ടുപേരും കൂടി വരുന്നു. ഇതേ സമയം നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ ഒരു താമ്പാളവും പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും അന്ന് മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടി ഒരുക്കി വെച്ച ആ തട്ട് പൊളിഞ്ഞ് വാമൻ താഴെ വീണതുപോലെ എന്തായാലും ഇവിടെയും നമ്മുടെ സിദ്ധിയായിട്ടുള്ള അമ്മ ഒരു ഞെട്ടിക്കുന്ന നീക്കം നടത്തി മഹാലക്ഷ്മിയെ രക്ഷിക്കുകയും അതുമാത്രമല്ല മഹിയോടെ ഈ കൊടും ചതി ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയ കരുണയ്ക്കും മുത്തശ്ശിക്കും പ്രതാപനും അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കനത്ത തിരിച്ചടി തന്നെ നൽകാനുമാണ് പോകുന്നത്. അതോടുകൂടി തന്നെ അഹങ്കാരിയായിട്ടുള്ള കരുണയുടെ എല്ലാ അഹങ്കാരങ്ങളും അവസാനിക്കും എന്ന് തന്നെ കരുതാം. എന്തായാലും മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന നല്ലൊരു ഭാഗത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്